എറണാകുളം വടക്കൻ പറവൂരിൽ പരിശോധനയ്ക്കെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം. 2 പേർക്കാണ് പരിക്ക്. ആക്രമികളെത്തിയ ബൈക്കിന്റെ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. യമഹ കമ്പനിയുടെ ആഡംബര ബൈക്കിൽ ഹെൽമറ്റ് ധാരികളായ 2 പേർ ജീവനക്കാർ നിന്ന ഭാഗത്തേക്ക് ബൈക്കിൽ വരികയുണ്ടായി. തുടർന്ന് ഇവർ ഡീറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു. തടഞ്ഞു നിർത്താൻ ശ്രമിച്ചതിൽ ഇവർ വണ്ടി ചീത്ത വിളിക്കുകയും വണ്ടി ഇടിച്ച് തെറിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് വണ്ടി റേസ് ചെയ്ത് അതിവേഗത്തിൽ ജീവനക്കാരെ തട്ടിമാറ്റി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. യമഹ കമ്പനിയുടെ ആഡംബര ബൈക്കിൽ ഹെൽമറ്റ് ധാരികളായ 2 പേർ ജീവനക്കാർ നിന്ന ഭാഗത്തേക്ക് ബൈക്കിൽ വരികയുണ്ടായി. തുടർന്ന് ഇവർ ഡീറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു. തടഞ്ഞു നിർത്താൻ ശ്രമിച്ചതിൽ ഇവർ വണ്ടി ചീത്ത വിളിക്കുകയും വണ്ടി ഇടിച്ച് തെറിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് വണ്ടി റേസ് ചെയ്ത് അതിവേഗത്തിൽ ജീവനക്കാരെ തട്ടിമാറ്റി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഏതെങ്കിലും CCTV ദൃശ്യങ്ങളുണ്ടോ? വണ്ടിയുടെ നമ്പറുണ്ടോ? ഇവരാരെന്ന് ഈ വണ്ടി നമ്പറൊക്കെ വെച്ച് പിടിച്ചുകൂടെ ഇവരെ? നിതിൻ, അഷ്മി, നിലവിൽ ഇതുവരെ CCTV ദൃശ്യങ്ങളില്ല. കാരണം ആ പ്രദേശത്ത് CCTV ദൃശ്യങ്ങളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വണ്ടി നമ്പർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. KL7BW4537 എന്ന നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച വാഹനത്തിലാണ് ഈ സംഘം എത്തിയത്. 2 പേരായിരുന്നു ഈ ബൈക്കിലുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 7 മണിയോട് തന്നെ വടക്കൻ പറവൂരിലെ കോട്ടുവള്ളി എന്ന പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഇവിടെ പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു. ഇതിനിടയിലാണ് ബൈക്കിലെത്തിയ 2 അംഗ സംഘം എക്സൈസ് ഉദ്യോഗസ്ഥരെ ആദ്യം തടഞ്ഞു നിർത്തുകയും പിന്നീട് അസഭ്യം പറഞ്ഞ് ആക്രമിക്കുകയും ചെയ്തത്. ഈ ആക്രമണത്തിൽ 2 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. സമൽ ദേവ് അതോടൊപ്പം തന്നെ ശിവകുമാർ എന്നീ 2 എക്സൈസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ഈ സംഭവത്തിന് ശേഷം ഏതാണ്ട് 2 കിലോമീറ്റർ അപ്പുറം ഈ ബൈക്ക് ഉപേക്ഷിച്ച് ഈ സംഘം കടന്നു കളയുകയായിരുന്നു. എന്തായാലും ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകി അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടണമെന്നാണ് ഇപ്പോൾ എക്സൈസ് ആവശ്യപ്പെട്ടത്. എന്തായാലും എക്സൈസിന്റെ ഭാഗത്തുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിൽ ഉടൻ പരാതി കൊടുക്കാൻ ഇപ്പോൾ എക്സൈസ് സംഘം ഒരുങ്ങുകയാണ്. എന്തായാലും ഇന്നലെ രാത്രി ഏതാണ്ട് 7 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഹാഷ്മി. ഓക്കെ, നിതിൻ അംബുജനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.